അത് മനസ്സിലാക്കണം, അല്ലാതെ വല്ലതൊക്കെ കാണിച്ചു വെക്കരുത്. ഉടമ്പടി പ്രഥമ പാഠങ്ങൾ പിന്നിട്ട സംഭവമാണ്. വിശ്വാസത്തിൻ്റെ നിലവാരം കഴിഞ്ഞു, പ്രാർത്ഥന കൊണ്ടും കഴിഞ്ഞു. അതാണ് മേജർ പ്രോബ്ലംസ് അഡ്രസ് ചെയ്യാൻ ഉടമ്പടിയെ പറ്റത്തുള്ളൂ. എന്താ കാര്യം? ഉടമ്പടി എന്താണ്? ഉടമ്പടി ഗലാത്യർ 5:6 അതെന്താണ്? അറിവ് കൊണ്ടല്ല അവിടെ വർക്കൗട്ട് ചെയ്യണം, വിശ്വാസം കൊണ്ടല്ല. പിന്നെ എന്താണ്? സ്നേഹം കൊണ്ടാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ദൈവിക പുണ്യങ്ങളെ, ഈ ഗെത്സെമനി വരുമ്പോൾ ഈശോ പ്രകടിപ്പിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. എന്താണ്? അപ്പാ, എല്ലാം അപ്പാനെ വിളിച്ച് അപ്പാക്ക് വേണ്ടി ജീവിച്ചൊക്കെ നടന്നെങ്കിലും സമയത്ത് അപ്പ കാല് മാറി, അപ്പായെ കാണാനില്ല. അപ്പോൾ എലോയ് ലമാസമക്താനി എന്ന് പറഞ്ഞ് കരയും. കരഞ്ഞിട്ട് എന്തു ചെയ്യും? സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പം അങ്ങനെ പോകത്തില്ല. അപ്പ ഇവിടെ എവിടെയെങ്കിലും ഉണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എന്നെ കാണാത്തതാണ്. അതാണ് എൻ്റെ ഇപ്പോഴത്തെ പാഠം. അതുകൊണ്ട് പറയും ഐ കമൺ മൈ സ്പിരിറ്റ്. അത് ഭയങ്കര സംഭവമല്ലേ? അതാണ് ക്രിസ്തു കടന്നുപോയ വഴികൾ. ക്രിസ്തു ആണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പം ക്രിസ്തു കടന്നുപോയെന്ന വഴികളനുസരിച്ച് കൊണ്ട് നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മളെ ക്രിസ്തു കേന്ദ്രീകൃതമായിട്ട് വേണം ജീവിതാനുഭവങ്ങളെ വിലയിരുത്താൻ. മനസ്സിലായില്ലേ? അല്ലാതെ നിങ്ങളീ കഞ്ഞി ആൾക്കാരായിട്ട് നടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടാൻ വേണ്ടിയുള്ളതാണ്. ഓരോരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ അടുത്ത ഘട്ടം പിന്നിടണം. ഇവർ നീല ഉടമ്പടിയോടും വളർന്നിട്ടില്ല. അത് ഭയങ്കര സംഭവമാണത്. ഇവരിപ്പോഴും പണ്ട് പേരക്കിടങ്ങൾക്ക് ആനയാണ് കൂനഎന്നൊക്കെ പറഞ്ഞത് കരഞ്ഞു കൂപ്പി പണ്ട് പച്ച ഉടമ്പടി എടുത്ത കാലത്ത് എന്താണ് ഇവർ പറഞ്ഞത്, അത് ആ നിലവാരം തന്നെ ഈ പണ്ടാരത്തിന് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇനി കാണുമ്പോൾ തന്നെ എനിക്ക് പറയും, കർത്താവിന് പണി കൊടുക്കാൻ വേണ്ടി രാവിലെ വണ്ടിയും കയറി വന്നിരിക്കണമെന്ന്. ഇത് ഇവർ വളരണില്ല, ഇവർ വളർന്നിട്ടില്ല. സംഭവം ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ അടുത്ത് വരത്തില്ല. എൻ്റെ അടുത്തല്ല, ദൈവത്തിൻ്റെ അടുത്ത് പോലും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? അക്കാലങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. Take the word of God. യോഹന്നാൻ 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല. അപ്പൊ അതാണ് വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് ഒരാൾ പക്വതയിലെത്തി കഴിഞ്ഞാൽ എല്ലായിടത്തും ഓടി ദൈവത്തിൻ്റെ അടുത്ത് വരത്തില്ല. എന്താണ്? അപ്പ ഇവിടെ ഉണ്ടെന്നുള്ളത് എന്നെ കൈവിട്ട പോലെ എനിക്ക് തോന്നണത്, ബട്ട് ഐ സ്റ്റിൽ ബിലീവ് ഇൻ. എന്താണ്? എൻ്റെ വിശ്വാസം ഇപ്പോൾ വർക്കൗട്ട് ചെയ്യണത് കേൾവിയിൽ നിന്നൊന്നുമല്ല, പിന്നെ എന്താണ്? പ്രത്യാശയിൽ നിന്നുള്ള വിശ്വാസം വർക്കൗട്ട് ചെയ്യണത് സ്നേഹം കൊണ്ടാണ്. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമായതുകൊണ്ട് എന്തു ചെയ്യും? 1 Corinthians 13:7 വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ അത് വളർച്ചയുടെ പ്രഥമ പാഠം പിന്നിട്ട് കഴിഞ്ഞാൽ പക്വതയേക്കല്ല വളരണത്. അപ്പോൾ പക്വത എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ 1 Corinthians 13:7 സ്നേഹം സകലതും സഹിക്കുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു. വിശ്വസിക്കുന്നു. ഇതാണ് വിഷയം. അതായത് ആ കുരിശിന് സംഭവിക്കണ ഇതാണ്. ഏലോയ് ഏലോയ് ലമാ സബക്താനി എന്ന് ഈശോ ചോദിക്കത്തില്ലേ? അപ്പം നീ എന്നെ കൈവിട്ടോന്ന് ചോദിക്കണില്ലേ? എന്നിട്ട് എന്താ പറയണത്? അതായത് അവിടെ ഈശോയുടെ ഉപവാസം കഴിഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞു, ഉപവാസം കഴിഞ്ഞു. പക്ഷേ ദൈവം കൈവിട്ട പോലെ ആയിപ്പോയി. പ്രാർത്ഥിച്ചിട്ട് നിന്നില്ലല്ല, പ്രാർത്ഥിച്ച് നിന്നോ? പിന്നെ എന്താണ്? പിന്നെ ഇത് ഈശോ ഉപവസിച്ചു. കഴിക്കുന്ന ഈ ഒടുക്കത്തെ താഴത്തിൽ ഇരുന്നുകൊണ്ട് 10 ദിവസം പറയുന്നുണ്ട് കഴിക്കണില്ലേ എന്ന് പറയും. അപ്പോൾ ഈശോ പറയും, എനിക്കിന് ഉപവാസമാണ്, നാളെ ഈ സമയത്ത് അപ്പായുടെ കൂടെ മേശപ്പുറത്ത് പെസക ഞാൻ കഴിക്കും, സ്വർഗീയ എഴുന്നേസാരയിലെന്ന് പറയും. എന്നിട്ട് അവൻ എഴുന്നേരുന്നിട്ട് ഭയങ്കരമായൊരു സ്വസ്രഗീതം ആലപിക്കും. എല്ലാവരും കൈയടിച്ച് പ്രാർത്ഥിച്ചുദിച്ച് പുറത്തു പോകും. കുറച്ച് കഴിയുമ്പോൾ അവൻ താഴെ വീഴും. എന്താ കാര്യം? ഇത്രയും പ്രാർത്ഥന ഉപവാസം ഉണ്ടെങ്കിലും അവന് അഭിമുഖീകരിക്കേണ്ട വിഷയത്തെ കൈകാര്യം ചെയ്യാൻ ഈ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പറ്റണില്ല. അതാ വിഷയം. ആ വീണുപോയി. ആ വീണിട്ട് പിന്നെ അവൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോകണുണ്ട്. അവൻ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ശാപത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ വേദനയും നീറ്റലും എല്ലാം അവൻ അനുഭവിച്ചു. അവൻ കുറിച്ച് തൂങ്ങി തർക്കപ്പെട്ട് അപ്പോൾ അവന് സങ്കടമായി. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും കുരിശിനെ അതിജീവിക്കാൻ പറ്റണില്ല. അപ്പോൾ എന്ത് പറഞ്ഞു? ഏലോയ് ലമാ സബക്താനി, എന്താണ് നീ എന്നെ ഉപേക്ഷിച്ചത്? അപ്പോൾ പരിശുദ്ധാത്മാവ് വിട്ടുപിരിയാതെ നിന്നിട്ട് പറഞ്ഞു, അപ്പയല്ലേ ഇപ്പം നീ കാണാതിരിക്കാനുള്ളത്, ഇനി 1 മിനിറ്റ് കഴിയുമ്പോൾ ഞാനും കൂടി പോകാൻ അപ്പ എനിക്ക് കമാൻഡ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും പോകാൻ പോവുകയാണ്. നീ ഒരു പണി ചെയ്യണം. സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു. അപ്പ ഇവിടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കണം.
എന്നിട്ട് നീ അപ്പായിക്ക് നിൻ്റെ ആത്മാവിനെ ഏൽപ്പിക്കണം. ഉടനെ അവൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് ഇറങ്ങിപ്പോവുകയും ആ ഒറ്റ വാക്ക് ആ സമയത്ത് അവൻ പറഞ്ഞുകൊണ്ടിരുന്ന്, ഐ കമൺ മൈ സ്പിരിറ്റ്. എന്നിട്ട് അവൻ തല പലത്തേക്ക് ചായച്ചു, ജീവൻ സമർപ്പിച്ചെന്ന് പറയും. ഇതാണ് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. കൈയടിക്കട്ടെ, ശ്രുതികട്ടെ, ഹല്ലേലൂയ. വിഷയം എന്ന് പറയണത് ഉടമ്പടി എപ്പോഴും ടാർഗറ്റ് ചെയ്യുമ്പോൾ അതെന്താണ്? ഉടമ്പടി എന്താണ്? സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിലേക്കുള്ള യാത്രയാണത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ, ചില കാര്യങ്ങൾ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ പ്രാർത്ഥന പോരാതെ വരും, ഉപവാസം പോരാതെ വരും. മനസ്സിലായില്ലേ? എന്താ കാര്യത്തിൽ ഇപ്പോൾ ഒരു പിശാച് ബാധിതനെ കർത്താവ് ഉയർപ്പിച്ചല്ല, അല്ല അവനെ വിടുവിച്ചേ. അപ്പോൾ പിശാച് ബാധിതൻ പറഞ്ഞേ, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴെന്താ ഈശോ പറഞ്ഞത്? നീ എൻ്റെ കൂടെ വരണ്ട, വീട്ടിൽ പോടാന്ന് പറഞ്ഞു. എന്താ കാര്യം? അവന് കർത്താവിൻ്റെ കൂടെ വരാനുള്ള ഇവാഞ്ചലിസ്റ്റ്, ഈ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ചിലത് കർത്താവിൻ്റെ കൂടെ നടക്കത്തില്ല. കർത്താവിൻ്റെ കൂടെ നടന്നാൽ നടക്കാനുള്ള യോഗ്യത ലഭിക്കത്തില്ല. കർത്താവിനോട് നടക്കുന്നതല്ല, നടക്കാനുള്ള യോഗ്യത ലഭിച്ചില്ല. ഇപ്പം ചില സൗഖ്യങ്ങളൊക്കെ നമുക്ക് കിട്ടും, വിടുതൽ കിട്ടും. അതുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന, ക്രിസ്തുവിനെ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന ഒന്നും വിശ്വസിക്കരുത്. അത് വേറെ ഇൻസ്ട്രുമെൻറ്റാണ്. അതാണ് ആ പിശാച് ബാധനെ അയാൾക്ക് വലിയൊരു അനുഗ്രഹമാണ് ചെയ്തത്. ഇത്രയും നാൾ അയാളെ പിശാച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു, ഒന്ന് കൈയും കാര്യം കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. അയാളെ കർത്താവ് അഴിച്ചു വിട്ടു, ഭയങ്കര അനുഗ്രഹം കിട്ടി അയാൾക്ക്. പക്ഷേ അയാൾ കർത്താവിനോട് പറഞ്ഞു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. അപ്പോൾ പറഞ്ഞു, അതിന് വേറെ സ്കൂളാണ്, അതിനവിടെ പഠിക്കേണ്ടി വരും, ഇപ്പം തൽക്കാലം വീട്ടിൽ പോകാൻ പറഞ്ഞു. എന്നുവെച്ചാൽ എത്ര അനുഗ്രഹം കിട്ടിയാലും എത്ര വലിയ സാക്ഷ്യം പറഞ്ഞാലും ഈശോ പറയും തൽക്കാലം വീട്ടിൽ പോകാൻ പറയും. എന്താ കാര്യം? ക്രിസ്തുവായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിന് വേറെയാണ് വിഷയം. അതിന് ഈ പ്രോസസ്സിങ് ഉണ്ട്. എല്ലാ കാലവും വയറ്റിപ്പഴപ്പിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് ഒത്തിരി കാലം നടക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു വന്ന ഭാഗം, ഒരു പിശാച് ബാധനെ കർത്താവ് ഒഴിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ആ പിശാച് ബാധിതൻ ഈശോനോട് പറയും, ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറയും. അപ്പോൾ ഈശോ പറയും, നീ വീട്ടിൽ പോയി കർത്താവ് നിന്നോട് ചെയ്ത കാര്യങ്ങൾ അവരോട് പറയണം. അതാണ് ഇവാഞ്ചലൈസേഷൻ എന്ന് പറയണത്. അപ്പോൾ മനസ്സിലായില്ലേ? ലൂക്ക 8:38-39. ലൂക്ക 8:38-39. പിശാച് ബാധയൊഴിഞ്ഞ ആ മനുഷ്യൻ അവന്റെ കൂടെ ആയിരിക്കാൻ അനുവാദം ചോദിച്ചു. എന്നാൽ അവനെ തിരിച്ചയച്ചുകൊണ്ട് യേശു പറഞ്ഞു, നീ വീട്ടിലേക്ക് തിരിച്ചുപോയി ദൈവം നിനക്ക് ചെയ്തത് എന്തെന്ന് അറിയിക്കുക. ഇതാണ് ഒരു പ്രശ്നം. അതായത് പ്രാർത്ഥന, ഉപവാസം. പിന്നെ എന്താ ഉള്ളത്? പ്രാർത്ഥന ഉപവാസം കഴിഞ്ഞാലും ഇനി പിശാച് ബാധ വരെ ഒഴിഞ്ഞു പോയാലും പിന്നെയും നമ്മൾക്ക് മേജർ മിറക്കിൾസ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അടുത്ത സിലബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സുവിശേഷവൽക്കരണമാണ്. മനസ്സിലായില്ലേ? ഉടമ്പടിക്കൊപ്പം വളരണ്ടേ? നിങ്ങളുടെ പേപ്പറിൻ്റെ കളർ മാറ്റിയിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ കളർ മാറ്റാൻ കാര്യം നിങ്ങളുടെ ഗ്രേഡ് നിശ്ചയിക്കുകയാണ്. പച്ച, പിന്നെന്താണ് നീല, പിന്നെന്താണ് വെള്ള, പിന്നെന്താണ് സിൽവർ ഗ്രേ. ഇനി ഇന്ദ്രനീലമുണ്ട്, കൊടുത്തിട്ടില്ല, കൊടുക്കും. ഇവാഞ്ചലിസ്റ്റ് മാത്രമേ ഇന്ദ്രനീലം കൊടുക്കത്തുള്ളൂ. അത് അങ്ങനെ ഒരാളെ കണ്ടെത്തണം നമ്മൾ. എന്താ വിഷയം എന്ന് പറയണത്? ഈ ഉടമ്പടി പുതുക്കുന്നവർ ശ്രദ്ധിച്ച് കേൾക്കണം ഈ ക്ലാസ്സുകൾ. അതായത് ആ പച്ചയുടെ കാലം കഴിയുമ്പോൾ പ്രഥമ പാഠം പിന്നിട്ടു. പിന്നെന്താണ്? പക്വതയിലേക്കുള്ള വളർച്ചയാണ്. പിന്നെന്താണ്? അവിടെ ഉപവാസത്തിനാണ് പ്രാധാന്യം വരണത്. ആദ്യം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം, പിന്നെ ഉപവാസത്തിന് പ്രാധാന്യം, പിന്നെ വെള്ളം വന്നു കഴിഞ്ഞാൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം. ഗലാത്യർ 5:6 അവിടെ വർക്കൗട്ട് ചെയ്യണത്. ആ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് ആബ്സൻസ് ഓഫ് ഗോഡ് സംഭവിക്കും. ദൈവം കാണത്തില്ല, ദൈവത്തിനെ കാണത്തില്ല. നമ്മൾ തലകുത്തി നിന്ന് പ്രാർത്ഥിച്ചാലും ദൈവത്തിന് ഒരു ദൈവാനുഭവം നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഈ സമയത്ത് നടക്കാൻ പഠിക്കണം, ഇരുട്ടിൽ നടക്കാം. ഇതിപ്പോൾ നമ്മുടെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഈ ഇരുട്ടിൽ നടക്കണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ ആദ്യം പ്രാർത്ഥനാ ജീവിതം, പിന്നെ ഉപവാസ ജീവിതം, ഇതെല്ലാം മിക്സഡാണേ. അങ്ങനെ നമ്മൾ വളർന്ന് വചനം കേട്ട് വളർന്ന് അനുഭവങ്ങൾ കിട്ടി അതിനെ റെസ്പോണ്ട് ചെയ്ത് നമ്മൾ കർത്താവിൻ്റെ അനുഭവം പ്രാപിച്ച് വളർന്ന്
നമ്മൾ നല്ല പക്വതയായി കഴിഞ്ഞാലും കുറേ സമയത്ത് പിന്നെ പറയും, നീ ഇങ്ങനെ എൻ്റെ കൂടെ, ചില ആൾക്കാരുണ്ടല്ലോ ഒരു പണിക്കും പോകാതെ കർത്താവിൻ്റെ കൂടെ ഇപ്പം ഞാനൊരു ആളെ എടുക്കണമെങ്കിൽ ഞാൻ നോക്കണം, വീട്ടിൽ നിന്നെക്കുറിച്ച് എന്ത് പറയണമെന്ന് ചോദിക്കും ഞാൻ. വീട്ടുകാർക്ക് എല്ലാ പ്രകൃതവും അറിയാം നിങ്ങളുടെ. അതുകൊണ്ട് ഒരാളെക്കുറിച്ച് വീട്ടുകാരെന്ത് പറയുന്നു എന്നുള്ളതാണ് അവരാൾ സുവിശേഷം സ്വീകരിച്ചില്ലെന്ന് അറിയണത്. വീട്ടുകാർക്ക് നിങ്ങളെക്കുറിച്ചുള്ള അസസ്മെൻ്റ് എന്താണ്? നിങ്ങളുടെ കക്ഷത്ത് ബൈബിളുണ്ട്, കൈ കൊന്തമുണ്ട്, കാണുമ്പോഴൊക്കെ നിങ്ങൾ തുറന്നു നോക്കുന്നുണ്ട്, ഓരോ കാര്യം പറയുന്നുണ്ട് നിങ്ങൾ. പക്ഷേ വീട്ടുകാർക്ക് അസസ്മെൻ്റ് എന്താണ്? അതാണ് നിങ്ങളുടെ സ്റ്റാറ്റസ് എന്ന് പറയണത്. അതാണ് നിങ്ങൾ. ഇപ്പം ഇവനെന്താ പറയണത്? കർത്താവിനോട് പറയണത് എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന്. അപ്പം ഈശോ പറഞ്ഞ് അങ്ങനെ അത്രയും നീ വളർന്നിട്ടില്ല, നീ ആരാണെന്ന് അറിയാൻ വേണ്ടി വീട്ടിൽ ചെന്ന് നോക്കാൻ പറയും. വീട്ടിൽ നിന്ന് പറയാൻ പറഞ്ഞു. വീട്ടിലുള്ളവരോട് നീ സുവിശേഷം ജീവിച്ച് നോക്ക്, എന്നിട്ട് തിരിച്ചു വരാൻ പറയും. ഏറ്റവും സുവിശേഷം ജീവിക്കാൻ പാടെ എവിടെയാണെന്ന് അറിയാവോ? നമ്മുടെ വീട്ടിലാണ്. പള്ളിയിലും സഭയിലും പോലും പ്രശ്നമില്ല. സുവിശേഷം ജീവിക്കാൻ ഏറ്റവും പാട്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ വിശ്വസിക്കാത്തത്. പലരെയും നിങ്ങൾ പ്രാർത്ഥനയൊക്കെ കാണുമ്പോൾ ഉടമ്പടിയൊക്കെ പോകുമ്പോൾ അവർ ചിരിക്കണില്ലേ ചിലർ? കാര്യം എന്താ, ഇത് പാക്കനാർ എന്താണ് ഞാൻ പറഞ്ഞില്ല, എന്ത് സംഭവമാണ്, പാക്കനാരൊരു കായും കൊണ്ട് പോയായിരുന്നല്ലേ, ആ ചുരക്കായും കൊണ്ടുപോയി. അപ്പോൾ പാക്കനാർ കാശിക്ക് പോവുകയാണ്. അപ്പോൾ ഭാര്യ പറഞ്ഞ്, അയാളെപ്പോഴും ഭയങ്കര ചൂടനാണ്, ഭയങ്കര എപ്പോഴും കടുത്ത, അവർക്ക് സൂര്യമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇയാൾ കാശിക്ക് പോകാൻ നേരത്ത് പെണ്ണും പിടിയാക്കൊണ്ട് പാര വെച്ച് കൊടുത്തത്. അത് ഞാൻ പോകുമ്പോൾ ആ ചുരക്കായും കൊണ്ട് പോയിക്കോ, എന്നിട്ട് എല്ലാ വെച്ച് തൊഴിലണ എല്ലാ അമ്പലക്കുളത്തിലും ചുരക്കായ് നിങ്ങൾ കുളിച്ച് പൊങ്ങുമ്പോൾ ചുരക്കായും മുക്കി പൊക്കാൻ പറയും. അപ്പോൾ ഭാര്യ പറഞ്ഞതല്ലേ, ഏലും കുളിക്കണ കാര്യമല്ലേ, അമ്പലക്കുളത്തിൽ ശുദ്ധി ചെയ്യണ കാര്യമല്ലേ, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ പക്കനാർ ചുരക്കായും കൊണ്ടുപോയി കാശി വരെ കണ്ട കുളത്തിലെല്ലാം കുളിച്ച് അവിടെ എല്ലാം വെച്ചമ്പലത്തിലെല്ലാം തൊഴുത് ചുരക്കായും മുക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് പെണ്ണുമ്പളെ കൊടുത്ത്. അപ്പോൾ അവർ കാര്യം കറി വയ്ക്കുകയും ചെയ്ത്. കറി വെച്ച് കഴിഞ്ഞപ്പോൾ അത് മാത്രമായിട്ട് കറി വെച്ച്. അപ്പം പാക്കനാർ ഈ പെണ്ണുമ്പോഴോട് തന്തൊക്കെ വിളിച്ച്, ഇതെന്തൊരു കൈക്കളല്ലാന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതന്നെ നിങ്ങൾ വേറെ മാറ്റമൊന്നുമില്ല, കാശിക്ക് പോയെന്നേ ഉള്ളെന്ന്. കാശിക്ക് പോയെന്നേ ഉള്ളൂ. ഈ ചുരക്കാട് അവസ്ഥ തന്നെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന്. ഇതുപോലെ ഒരു പ്രോസസ്സിങ് നമുക്കറിയണം. എനിക്കത് എന്നെ കുറെ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ഈ ഒരാൾ എന്തിനും പറയുമ്പോഴേ അത് എന്താണ് പറയണമെന്നല്ല ഞാൻ എൻ്റെ മനസ്സിൽ പരിശുദ്ധാരൂപ പറയണത്, എന്തുകൊണ്ട് പറയണമെന്നാണ്. അതവിടെ അരൂപിയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവർ കള്ളത്തര ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, വേറൊരു കാര്യമാണ് പറയണമെന്നുള്ളതുകൊണ്ട് അതെനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ സാധാരണ ശരിക്കും ചൂടാവും. അപ്പോൾ ഈ കുറേ നാളെ കൂടെ നടക്കുന്നവർ ചോദിക്കുവേ, സത്യം പറഞ്ഞ അച്ഛൻ ഈ മാതാവിനെ കണ്ടെങ്കിൽ പിന്നെ പാകപ്പെട്ട് സൗമ്യമായിട്ടൊക്കെ കിടക്കേണ്ടതല്ലേ? നമുക്ക് സൗമ്യമായിട്ട് നമ്മൾ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും വഴിതെറ്റി വളഞ്ഞു പോകും. ശാസിക്കേണ്ട സമയത്ത് തെറ്റ് കാണുമ്പോൾ അത് ശാസിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ അത് വിശ്വാസത്തിൻ്റെ വിഷയമായിട്ട് എടുക്കരുത്. വിശ്വാസത്തിൻ്റെ വിഷയമാണത്, പക്ഷേ അതിനെ വെച്ച് അസസ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ഒരാളെ. അപ്പം അതുകൊണ്ട് നിങ്ങൾ പറയരുത് വീട്ടിൽ പോകുമ്പോൾ എല്ലാം ക്ഷമിക്കണം, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉടമ്പടിയിലാണ്, അതുകൊണ്ട് വായി നാക്കിടരുത് പുറത്തെടുക്കണമെന്ന് പറഞ്ഞൊരു കാര്യമില്ല. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ കഞ്ചാവ് വലിച്ച് അവൻ്റെ ഉടുപ്പ് കഴുകാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ കഞ്ചാവ് ഇരിക്കണത്. അപ്പം തന്നെ കൈ കിട്ടിയ സാധനം കണ്ടൊരു തലക്കെട്ട് അടിക്കണം. അപ്പം തന്നെ എന്താ കാര്യം? അമ്മയ്ക്ക് അടിക്കാൻ അധികാരമുണ്ട്, അമ്മയ്ക്ക് പ്രായമില്ലല്ല. കാര്യം അത്രയും അധികാരം വേറെ ആർക്കും ഇല്ല. കാര്യം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് അല്ലേ അത്. അപ്പോൾ അമ്മ ഉള്ളിടത്തോളം കാലം എത്ര പേരാണ് വിശുദ്ധിയോട് ജീവിക്കണത്? ആരെങ്കിലും ഇന്ന് വെടിപ്പും മെനയുമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം അവരുടെ അമ്മയാണ് അതിൻ്റെ കാരണം. കാര്യം അമ്മയുടെ ശാസനയിലും കാര്യം അമ്മയ്ക്കൊരു ഗുണമുണ്ട്, അമ്മ എത്ര ഉപദ്രവിച്ചാലും അമ്മയുടെ സ്നേഹത്തെ അവിശ്വസിക്കത്തില്ല മക്കൾ. എന്താ കാര്യം? ആ സ്നേഹം അവർ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അമ്മയുടെ സങ്കടം കൊണ്ടാണ് അടിക്കണമെന്നേ മക്കൾ വിചാരിക്കത്തുള്ളൂ. കാര്യം ദൈവം കഴിഞ്ഞാൽ പിന്നെ അമ്മയേ ഉള്ളൂ, അത് കഴിഞ്ഞാണ് അച്ഛനുള്ളത് വിശ്വാസ പഠനങ്ങളിൽ. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഉടമ്പടി എടുത്തും പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാം കൂടി ഉറിയക്കരി ഇരുന്നിട്ട് അവസാനം മക്കൾ പോക്കിരിത്തരങ്ങാണ്ട് ജീവിക്കുന്ന കുറേ ആൾക്കാരില്ലേ. കുറേ വിശുദ്ധന്മാരും ഭക്തന്മാരുടെയും മക്കൾ വഴിപിഴച്ചവരാണ്. അതെന്താ കാര്യം? അവർ വിശുദ്ധി കീപ്പ് ചെയ്യാൻ വേണ്ടി വാഗം മിണ്ടാ പ്രാണികളായിട്ട് നടന്നിട്ട് മക്കൾക്ക് അവരുടെ അത് തരമായിട്ട് എടുത്തിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അവർ ജീവിക്കും. അത് ഞാൻ ഇടവകെ കണ്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇതാണ്. ഈ ഉടമ്പടിയുടെ വിഷയത്തിൽ നമ്മൾ വിഷയവും വിശ്വാസ വളർച്ചയും വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. കാരണം വിശ്വാസം നല്ലതിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഘട്ടം ചെല്ലുമ്പോഴും നമ്മൾക്ക് വളർച്ച ഉണ്ടാകണം, വളർച്ച രേഖപ്പെടുത്തണം.
വളർച്ച രേഖപ്പെടുത്താത്ത കൊണ്ടാണ് അതേ വിഷയം റെക്കർ ചെയ്യണത്. നമ്മളത് പഠിച്ചതാണ്, നമ്മൾ ആ വിഷയം വന്ന് ഇന്ന നിലപാട് എടുക്കത്തുള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് കർത്താവ് ആ വിഷയം മാറ്റിയിട്ട് വേറെ സബ്ജക്റ്റ്. ഒരു കാര്യം വ്യക്തമാണ്, ആ സമയത്ത് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ 3-ാം തലമുറയാണ്. എന്താ കാര്യം? എൻ്റെ കർത്താവിന് എന്നെക്കുറിച്ച് എല്ലാം അറിയാം, ദൈവം അറിഞ്ഞുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയെപ്പോലെ ഞാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതാണ് അവിടെ ഈ വിശ്വാസത്തെ, പ്രവർത്തനക്ഷമമായ വിശ്വാസത്തിൻ്റെ ആൾരൂപമാണ് അമ്മ. എന്താ കാര്യം? ഏറ്റവും സങ്കടകരമായ വിഷയം വന്നാലും ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതെന്താ കാര്യം? അത് യോഹന്നാൻ 16:23 ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല. ചോദിക്കാൻ എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിക്കും. അതേക്കുറിച്ച് സ്വന്തമായിട്ട് ധ്യാനിച്ച് ദൈവത്തിൻ്റെ പദ്ധതി സ്വന്തമായിട്ട് കണ്ടെത്തും. അതാണ് പരിശുദ്ധ അമ്മ. ശ്രദ്ധിക്കട്ടെ, അല്ല അമ്മ ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടുമ്പോൾ നമുക്ക് ഓരോ മണ്ണിയടിക്കും. സുവിശേഷത്തിൽ നമുക്കറിയാൻ പറ്റും. എന്താ ചെയ്യണത്? അമ്മ ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചത്? നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നമുക്കെല്ലാം വേണ്ടി ചോദിച്ചതാണ്. എല്ലാവർക്കും ചോദിക്കാം. ഭർത്താവ് ഇപ്പോൾ 35-ാമത്തെ വയസ്സ് ഭർത്താവ് മരിച്ചു പോയവരില്ലേ, അവിടെ മനസ്സിൽ അവരെന്നും ചോദിക്കും, എന്താ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണം? എൻ്റെ അനിയത്തി ഭർത്താവിനെ കൊണ്ട് അവരുടെ മക്കളൊക്കെ ആയിട്ട് അവർ കാറിൽ എല്ലാ ദിവസവും ശനിയാഴ്ച പോയി അവർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നെ വിളിക്കാനും തിരക്കാനില്ല, എനിക്ക് മക്കളും ഇല്ല. നീ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ചോദിക്കാം. അതായത് നമുക്ക് ദൈവത്തോട് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ചോദ്യമാണത്. അമ്മ ചോദിച്ചത്, നമുക്ക് വേണ്ടി ചോദിച്ചതാണ്. നീ എന്താണ് ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്? പക്ഷെ അതിന് ദൈവത്തിന് ഉത്തരവുണ്ടേ. എന്താ കാര്യം? ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനായിരിക്കേണ്ടവനാണെന്ന് നീ അറിയുന്നില്ലേ? അപ്പൊ പാഷൻ കാലം എന്ന് പറയുമ്പോൾ ബൈബിൾ അങ്ങനെ പാഷൻ കാലം എന്ന് പറയത്തില്ല. സങ്കടങ്ങളുടെ കാലം എന്ന് പറയുമ്പോൾ ഇപ്പം കൊച്ചു മരിച്ചു, ഗർഭത്തിൽ കിടന്ന് കൊച്ചു മരിച്ചു. ഇപ്പോൾ ഒരു അമ്മയുടെ സാക്ഷ്യം കണ്ടല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടത്. അതായത് ഒരു കുഞ്ഞു മരിച്ചു. അപ്പം ആ കുഞ്ഞു മരിച്ചപ്പോൾ മരിച്ചു പോയപ്പോൾ അവർക്ക് അതുപോലെ ഒരു കുഞ്ഞിനെ വേണം. ഇന്നലെ പറഞ്ഞതാണ്, സഹിക്കാൻ പറ്റണില്ല. 11 വയസ്സുള്ള മകൻ മരിച്ചു. അപ്പോഴേ പിന്നെ ഇവർ അമ്മ ഭ്രാന്തായിപ്പോയി. അപ്പോഴേ അവർ നോൺ ക്രിസ്ത്യനാണ്. പക്ഷേ അമ്മയെ പരിചയപ്പെട്ടവർ പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞ് മരിച്ചുപോയി, എനിക്ക് ഭ്രാന്തായിപ്പോയി, എനിക്ക് ഇതുപോലെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞു. അത് ഒരു ആൺകുഞ്ഞിനെ തന്നെ തരണമെന്ന് പറഞ്ഞു. അതിനാണ് അവൾ ഉടമ്പടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് അങ്ങനെ കിടക്കാൻ കാര്യം, അവൾ ഉടനെ അമ്മ ഒരു ഓപ്പറേഷൻ കാണിച്ചു കൊടുത്ത് മനസ്സിൽ. ഇപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എടോ അവരെന്തോ വാസട്ടമയോ ട്യൂബട്ടമയോ ചെയ്തിരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യണം, നമുക്കിനിയൊരു കുഞ്ഞിനെ തരുമെന്ന് അമ്മ പറഞ്ഞെന്ന് പറഞ്ഞു. അയാൾക്ക് അമ്മയിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഭാര്യനെ വിശ്വാസമുള്ളതുകൊണ്ട്, ഭാര്യയെ സ്നേഹമുള്ളതുകൊണ്ട്, അവരുടെ സങ്കടം ഇങ്ങനെ ഇരിക്കണതുകൊണ്ട് പറഞ്ഞു, ശരി നമുക്കത് അഴിച്ച് രണ്ടാമത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴങ്ങനെ അവർ പ്രഗ്നൻ്റായി. ഉടനെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഇവക്കൊരു ഇത് പെൺകുഞ്ഞാകരുത്, പെൺകുഞ്ഞാണെങ്കിൽ എനിക്ക് വേണ്ട, കാര്യം എൻ്റെ മകനാണ് മരിച്ചിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ അവന് അതുപോലൊരു മകനെ തന്നെ തിരിച്ചു കൊടുത്ത്. അപ്പോൾ ചില സമയത്ത് നമുക്ക് അത് വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കിടക്കണവർ അവർ കുറച്ചുകൂടി ഗ്രോത്താണ്, മകനേക്കാൾ വലുതാണ്, എൻ്റെ മകനല്ലേ പോയുള്ളൂ, എൻ്റെ ദൈവം പോയില്ലല്ല എന്ന് ചിന്തിക്കുന്നതാണ് അതിൻ്റെ സെക്കൻഡ് പാഠം എന്ന് പറയണത്. അപ്പോൾ അവർക്ക് പ്രയാസങ്ങളൊന്നുമില്ല. എൻ്റെ മകനല്ലേ പോയുള്ളൂ, അത് ദൈവഹിതം, എൻ്റെ ദൈവം എൻ്റെ ഇടയ്ക്കൊന്നും പോയില്ലല്ല എന്ന് പറയണത് സെക്കൻഡ് പാഠം. അപ്പോൾ അത് സെക്കൻഡ് പാഠം. അങ്ങനെ സെക്കൻഡ് പാഠത്തിലേക്ക് വരുമ്പോൾ ദൈവം എന്തു ചെയ്യും? ഹൃദയത്തിൽ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് വിഷയം. അപ്പം ചില ആൾക്കാർക്കൊരു ചോദ്യമുണ്ട്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്നാണ് അമ്മ ചോദിക്കണത്. അപ്പോൾ ഈശോൻ്റെ ഉത്തരം എന്താണ്? അമ്മ ഇതിനേക്കാൾ എൻ്റെ അമ്മയാണ്, ഇപ്പോൾ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യേണ്ട അവിടെ എൻ്റെ അമ്മയാണ്. എന്താ എൻ്റെ അമ്മയ്ക്ക് അറിയണം എന്താണ് പിതാവിൻ്റെ കാര്യത്തിലാണ് ഞാൻ വ്യാപൃതനായിരിക്കേണ്ടത്. അപ്പം അമ്മ കടന്നു പോകുന്ന ഒരു 3 ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അമ്മ കടന്നുപോയ സങ്കടമില്ലേ? ആ സങ്കടം എന്താ സാധനം? അത് പിതാവിൻ്റെ കാര്യമാണെന്നാണ് പറയണത്. എന്ത് രസമാണ് ഈശോ സംസാരിക്കണം കേൾക്കാൻ.
പരിശുദ്ധാത്മാവില്ലാതെ ബൈബിൾ മനസ്സിലാവത്തില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് നിങ്ങളെപ്പോഴും ചെയ്യേണ്ടതെന്ന് അറിയാമോ? ബൈബിളൊക്കെ നിങ്ങളുടെ അടുത്ത് വായിക്കും, നോവൽ വായിക്കണ പോലെ എടുത്ത് അബ്രാഹത്തിൻ്റെ കഥയും ഇസഹാക്കിൻ്റെ കഥയൊക്കെ വായിക്കും. എന്നിട്ട് ഞാൻ ബൈബിൾ വായിച്ചെന്ന് പറയും. എന്താ ബൈബിൾ എഴുതിയിരിക്കണ പരിശുദ്ധാത്മാവാണ്. അയാളോട് ചോദിക്കണത് എങ്ങനെ എഴുതിയെന്ന്, എന്തിനെഴുതിയെന്ന് ചോദിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ കാലാവസ്ഥ ഭേദങ്ങളെയും നമ്മളെ ഇത് പഠിപ്പിച്ചു തരണം. പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തരുന്നത്. അപ്പം പരിശുദ്ധാത്മാവിനെ വിട്ടിട്ട് നമുക്ക് ബൈബിൾ പഠിക്കാനോ ജീവിക്കാനോ സാക്ഷ്യപ്പെടുത്താനോ പറ്റത്തില്ല. അതുകൊണ്ട് ഉടമ്പടി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതാനുഭവങ്ങൾക്ക് സമാന്തരമായി വ്യത്യസ്ത കാലാവസ്ഥകൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള വ്യത്യസ്ത വചനങ്ങളിലൂടെ ദൈവത്തെ അനുഭവിച്ച് ദൈവസ്നേഹത്തിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. അഭിഷേകത്തോടെ വായിക്കുവാൻ, അർത്ഥമറിഞ്ഞ് വായിക്കുവാൻ ആരാധനയിലൂടെ പ്രത്യേക അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ അതിൻ്റെ പിന്നിൽ കിടന്നുകൊണ്ട് ഉടമ്പടി ഡൗൺ ആക്കരുത്. ചില സമയത്ത് ചില ഗ്യാപ്പുകൾ വരും അല്ലേ? ചില സമയത്ത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലും ഇല്ലാത്തൊരു സമയം ഉണ്ടാകും. ഇപ്പം നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മൾ നിലനിന്ന് പോകും. അപ്പോൾ ഈ അമ്മയും അതുപോലെ ഈശോനെ കാണാത്ത 3 ദിവസം ഉണ്ടായി. അപ്പോൾ അമ്മയും സങ്കടത്തിലൂടെ പോയി. അപ്പം അമ്മ അത് തിരിച്ച് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത് അല്ലേ? എന്തുകൊണ്ടാണ് നീ വായിച്ച ഭാവം വായിച്ചേ? ലൂക്ക 2:48. ലൂക്ക 2:48. അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പിതാവിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഈ ആബ്സൻസ് ഒക്കെ വരുമ്പോഴെല്ലാം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ലാത്ത ചില ദിവസങ്ങളുണ്ടാകും. ശ്രദ്ധിക്കണം മക്കളെ, അച്ഛൻ പറയണത്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലാത്ത അടിയന്തര സാഹചര്യങ്ങൾ വരും. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേദനയും ക്ലേശവുമായിരിക്കും ആ സമയത്ത് ഉണ്ടാകണത് ഇല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കും, ഞാൻ ഉടമ്പടി എടുത്താണല്ല, എന്തായാലും ഞങ്ങളോട് ഇങ്ങനെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കും, ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത്? അത് പിതാവിൻ്റെ കാര്യമാണ്. എന്താ കാര്യം? പിതാവിൻ്റെ കാര്യം എന്താണ്? അതായത് പിതാവിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഈശോ പിതാവിൽ നിന്ന് കൊണ്ടുവന്നത് എന്താണെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ജോലി, വീട്, വിവാഹം, പറമ്പ് വാങ്ങിക്കൽ അങ്ങനെയുള്ള ഏർപ്പാടല്ല. അത് പിതാവ് ഈശോയുമായിട്ട് ബന്ധമില്ലെങ്കിലും സാധാരണ നിരീക്ഷകന്മാർക്ക് പോലും കിട്ടുന്ന കാര്യങ്ങളാണ്. പിതാവിൽ നിന്ന് ഈശോ കൊണ്ടുവന്ന തനത് ഗിഫ്റ്റ് എന്താണ്? കൃപയും സത്യവും അവൻ വഴി ഉണ്ടായി. അതാണ് കൃപയാണ് പിതാവിൽ നിന്ന് കൊണ്ടുവന്നത്. ഈശോ കൊണ്ടുവന്നത് എന്താണ്? കൃപ. എപ്പോഴും കൃപയെക്കുറിച്ച് പറയുമ്പോൾ പിതാവിനെ പിക്ചറിൽ ബൈബിളിൻ്റെ ഒരു രീതി അതാണ്. കൃപയെക്കുറിച്ച് പറഞ്ഞാൽ ഉടനെ ബൈബിള് പിതാവിനെ കൊണ്ടുവരൂ. അതാണ് 12:18 എടുത്ത്. 12:18. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ അവന്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. പിതാവിൽ നിന്ന് കൊണ്ടുപോകുന്നത് എന്താണ്? ഈ ആത്മാവാണ്. മനസ്സിലായില്ലേ? ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനങ്ങളാണ്. അതാണ് ഈശോ പറയണത്. ഞാൻ പിതാവിനോട് ചോദിക്കുകയും, പിതാവെന്ന് പറഞ്ഞാൽ പിന്നെ പരിശുദ്ധാത്മാവിന് നടപടിക്രമമെന്ന് എൻ്റെ അർത്ഥം. എന്താ കാര്യം? പിതാവിനോട് ഞാൻ ചോദിക്കുകയും നിങ്ങൾക്ക് MAക്ക് അഡ്മിഷൻ മേടിച്ച് തരികയും ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞത് അല്ല. അതാണ് പ്രശ്നം. ഈ ക്യാഷ് ആൻഡ് കൈൻഡ് പരിപാടിക്ക് പിതാവുമായി ഡയറക്റ്റ് ബന്ധമില്ല.
ഇറ്റ് ഈസ് ഓൾറെഡി ഗിവൺ. അത് നമ്മുടെ ബുദ്ധിയും ബോധവും അനുസരിച്ച് നമ്മളത് ആർജിച്ചെടുക്കുകയാണ് ചെയ്യണത്. പിതാവ് രംഗത്ത് വന്ന പിതാവിൻ്റെ കാര്യമെന്ന് പറഞ്ഞ് വന്നാൽ അത് എന്താണ് സംഭവം? പിതാവിനോട് ചോദിക്കുകയും എടുത്ത് വായിച്ചതിനടുത്ത് നിത്യവും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരാശ്വാസകനെ വായിച്ചേ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യോഹന്നാൻ 14:16. യോഹന്നാൻ 14:16. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും. അതായത് പിതാവിൻ്റെ കാര്യം എന്ന് പറയണതിൻ്റെ ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നതാണ് പിതാവിൻ്റെ കാര്യം. ആബ്സംസക്കൂടെ അതുപോലെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഉത്തരം കിട്ടണില്ല എങ്കിൽ ദൈവത്തെ പോലും കാണാത്തൊരു കാലമായിട്ട് ഇപ്പോൾ പൗലോസിൻ്റെ കപ്പൽ അനുഭവത്തിൽ പറയുന്നില്ലേ, കുറേ നാളത്തേക്ക് സൂര്യനെ കണ്ടില്ലെന്ന്. അങ്ങനെ അത് നമ്മുടെ ജീവിതത്തിലുണ്ടാവും. ജീവിതയാത്രയാണ്, കുറേ നാളത്തേക്ക് നമുക്ക് ഒരു ദൈവാനുഭവം ഇല്ല. അപ്പോൾ ഈ മണ്ടന്മാരെന്നാ ചെയ്യുന്നറിയാവുക, രാവിലെ എഴുന്നേക്കാൻ താമസിക്കും. പ്രത്യക്ഷ പ്രാർത്ഥന വേണമെങ്കിൽ ചിലർ ശങ്കരാടിയുടെ ഒരു സിനിമ ഇല്ലേ, കൈനീട്ടം വൈകുന്നേരം കിട്ടിയാൽ മതിയാന്ന് ചോദിക്കണില്ലേ, അതുപോലെ പ്രത്യക്ഷ പ്രാർത്ഥന ഉച്ചയ്ക്ക് ചെല്ലിയാൽ മതിയാന്ന് ചോദിക്കും. അപ്പോൾ ഇത് കൈവിട്ട് പോകുന്നതിൻ്റെ അർത്ഥം എന്താ കാര്യം? അതായത് അവരുടെ ലൈഫിൽ ദൈവത്തെ അനുഭവിക്കാത്ത ചില ദിവസങ്ങളാണ്. ഇപ്പോൾ പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. പ്രത്യക്ഷ പ്രാർത്ഥന അല്ല, ദൈവത്തെ പോലും വിളിക്കാത്ത ആൾക്കാർ കാനഡയിൽ പോയി. ഇതെല്ലാം ചെയ്തേച്ച് നിൽക്കണം. ഞാൻ നാട്ടിൽ തന്നെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഏജൻറ്റ് എന്നെ പറ്റിച്ചെന്നാണ് തോന്നുന്നത്. പിതാവിന് ആബ്സെൻ്റായിട്ട് തോന്നുന്ന ഒരു സമയം ഇതാണ്. ഈ ടൈമാണ് നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അതായത് അനുഭവങ്ങൾ ഘടകവിരുദ്ധമായിട്ട് വരുമ്പോഴും അമ്മ ചോദിച്ചു, ഇതെന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അപ്പോൾ എന്താ പറഞ്ഞത്? ഞാനല്ല ചെയ്തത്, പിതാവാണ് ചെയ്തത്. ഇതാണ് വിഷയം. അപ്പോൾ അത് നമ്മുടെ ക്യാഷാക്കാരന് വേണ്ടിയുള്ള കാര്യമല്ല. അതെന്തിനാണ്? പിതാവിൻ്റെ കാര്യം എന്താണ്? ഞാൻ പിതാവിനോട് ചോദിക്കുകയും നിങ്ങളുടെ ആയിരിക്കാൻ വേണ്ടി. അപ്പോൾ എന്താ ഒന്ന് മാറ്റിപ്പിടിക്കാനാണ് പറയണത്. മനസ്സിലായില്ല? സ്ഥലം വിൽക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് കാണണം. ഇനി ഇവിടുന്ന് പോയി കലൂര് പോയി നൊവേന കൂടും, അപ്പുറത്ത് പോയി വേറെ ധ്യാനം കൂടും. എന്തിനാണ് സ്ഥലം വിൽക്കണേ? ഇതാണ് ഇവരുടെ തലയിരിക്കണത്. അപ്പോൾ ദൈവം പറയും, മാറ്റിപ്പിടിക്കാൻ പറയും. എന്താ കാര്യം? ഇത് എന്നേക്കും നിങ്ങളുടെ കൂടെ, ഈ സ്ഥലം എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. മകളെ കല്യാണം കഴിച്ചാലും ഇനി മകള് പ്രസവിച്ചാലും അവരാരും എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കത്തില്ല. കർത്താവ് വളരെ ക്ലിയറായിട്ടാണ് സംസാരിക്കണത്. മനസ്സിലായില്ലേ? നിങ്ങളെപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ടി വരും. എന്താ കാര്യം? ദൈവം പറയണത് എന്നേക്കും നിങ്ങളോട് ആയിരിക്കാനാണ്. ഇപ്പോൾ ചിലർ പറഞ്ഞ, അച്ഛാ ഒരു ഓർഫണേജിൽ എവിടെയെങ്കിലും ആക്കിത്തരുമോ അച്ഛാ? എന്താ ഞാൻ പറയും, മക്കളെ എന്നെ ഉപേക്ഷിച്ചു വന്ന്. ഞാൻ പറഞ്ഞു, മക്കളെ ഉപേക്ഷിച്ചതല്ലേ സത്യം പറയുന്നത്. ഇവിടെ ചില വിരയന്മാരുവേ സന്ധ്യയാലും പോകത്തില്ല. ഞങ്ങൾ പിന്നെ എവിടെയെങ്കിലും ഒരു കോൺവെൻറ്റിൽ കൊണ്ട് അവരെ കിടത്തും. പക്ഷേ എന്താ അവർ പറയണത്? അവർ പറഞ്ഞ മക്കളെ ഉപേക്ഷിച്ചു, അച്ഛൻ കൊണ്ടുപോയി അനാഥാലയത്തിൽ തരാനാണ്. അപ്പോൾ മക്കളായാലും എന്നേക്കും നിങ്ങളോട് ആയിരിക്കത്തില്ല, അവർ ഉപേക്ഷിച്ചായിരിക്കത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ആ പഴയ സ്വാതന്ത്ര്യമായിട്ട് അവിടെ നിൽക്കക്കളി ഇല്ലാത്ത കാര്യമാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ വന്ന ആൾക്കാർക്ക് നിങ്ങളുടെ സംസാരം പോലും ഇഷ്ടമുണ്ടാകത്തില്ല. നല്ല കാര്യം. അപ്പോൾ ഈ വന്ന വരുമ്പോഴൊക്കെ അവർക്ക് പഠിച്ച ആൾക്കാരാണ്. അവർക്ക് നമ്മുടെ സംസാരം എന്നെ വർത്തമാനാണെന്ന് ചോദിക്കും. എന്നെ വർത്തമാനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ദൈവമേ എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ മകനാണെങ്കിൽ എന്ത് ചെയ്യും? മകൻ നമ്മുടെ കൂടെ കൂടുക? ഒരിക്കലും കൂടെ. അവനെ കെട്ടിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചേക്കണം മകനെ. പല പ്രശ്നവും എന്താണ്? കെട്ടിച്ചിട്ട് നിങ്ങൾ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയല്ലേ? അതാണല്ലേ പ്രശ്നം. കെട്ടിക്കുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരെ വിട്ടെന്ന് പറഞ്ഞില്ലേ? ഈശോ അല്ലേ പറഞ്ഞിരിക്കണത്? മാതാപിതാക്കന്മാരെ വിട്ട് ഭാര്യയോട് ചേരും. അപ്പം തന്നെ വിട്ടേക്കണം. അത് 90ാമത്തെ വയസ്സും പിടിച്ചോണ്ടിരിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കരുത് എന്ന് കർത്താവ് പറയും. ഇനി എന്താ വിടണത്? എന്നേക്കും നിങ്ങളോട് ആയിരിക്കാൻ മറ്റൊരാശ്വാസകൻ. അതാണ് വിഷയം. മകനൊരു ആശ്വാസകനാണ്, ഭർത്താവ് ഒരു ആശ്വാസകനാണ്. ഈ സംഭവമൊക്കെ കുറച്ച് കഴിയുമ്പോൾ ചത്തുപോകും. എന്നിട്ട് നമ്മൾ കുഴിക്കാൻ പോയി കഴിഞ്ഞാൽ 8 മണിക്കത്തെ കുർബാനയും കൂടിയിട്ട് കുഴിക്കാൻ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ തന്നെ ഇരിക്കും. എന്താണ്? പഴയ കാര്യവും ഓർത്തുകൊണ്ടിരിക്കും. എന്തൊക്കെ ആളെ വിട്ടുപോയില്ലേ? വിട്ടതായിട്ട് നേരത്തെ കൂട്ടണം മക്കളെ, കൂട്ടി എഴുതി തള്ളണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴായാലും ഈ നമ്മുടെ കയ്യിലുള്ളതെല്ലാം ഈശോ പറഞ്ഞല്ല, നിങ്ങൾ സമ്പാദിച്ചതെല്ലാം ആരുടേത് ആകും അല്ലേ? ചോദ്യമല്ലേ? അടിപൊളി ചോദ്യമല്ലേ? ക്രിസ്തുവിനെ അറിയണം. അല്ല ക്രിസ്തുവിൻ്റെ ആനുകൂല്യം കൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കാനൊന്നുമില്ല.
ക്രിസ്തു തന്നെയാണല്ലോ പിതാവിൻ്റെ ആനുകൂല്യം. കൈയടിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ചില സമയത്ത് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്താണ്? ഞാൻ നിൻ്റെ പിതാവും കൂടി എന്തോരം നിന്നെ അന്വേഷിച്ചെന്നറിയാവോ? നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? എന്തിനാണ് നിങ്ങൾ ആദി കൊണ്ടത്? എന്തിനാണ് നിങ്ങൾ ഉത്കണ്ഠപ്പെട്ടത്? എന്തിനാണ് നിങ്ങൾ കണ്ണീര് വാർത്തത്? എന്താ കാര്യം? ഇത് പിതാവിൻ്റെ സമയമാണെന്ന് അറിയാൻ പാടില്ലേ? പിതാവിൻ്റെ സമയം എന്താണ്? ഇത് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനുള്ള സമയം. ഓരോ വേദനാ സമയങ്ങളും, മക്കൾ കൈവിട്ട്, ഭർത്താവ് കൈവിട്ട്, ഭാര്യ മരിച്ചെന്നൊക്കെ പറയുന്ന ഓരോ കാലങ്ങളും എന്തിനാണ്? എന്നേക്കും നിങ്ങളുടെ ആയിരിക്കും. ഇവരാരും എന്നേക്കും നിങ്ങളുടെ ആയിരിക്കത്തില്ല, ഉറപ്പല്ലേ? എന്നേക്കും ആയിരിക്കത്തില്ല മക്കളെ. നിങ്ങൾ 10 മാസം ചുമന്ന കാര്യത്ത് ഒന്നും പറയണ്ട, അത് അവസാനിപ്പിക്കട്ടെ. ഒരു കഥയില്ല. ആരുടെ ക്ലെയിം ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഒരു ക്ലെയിം മാത്രം. എന്താ സംഭവം? എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ പ്രാർത്ഥിച്ചേ. കർത്താവേ, അങ്ങയുടെ പൊന്നുപോലത്തെ വചനം സൗജന്യമായി നൽകിക്കൊണ്ട് എന്നേക്കും എന്റെ കൂടെ ആയിരിക്കാൻ പിതാവിന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. നാളുകളിൽ നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കാതിരിക്കാൻ ഈ വെള്ളം കുടിക്കുന്നവൻ നീ ദാഹിക്കും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവർക്ക് ദാഹിക്കുകയില്ല. നീ തരുന്ന വെള്ളമായ പരിശുദ്ധാത്മാവിനെ ദാഹിക്കുന്നവൻ എൻ്റെ അടുത്ത് വരട്ടെ. തിരുനാളിന്റെ മഹാദിനത്തിൽ അവൻ എഴുന്നേറ്റ് ഉച്ചത്തിൽ പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്ത് വരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ തന്നിൽ വിശ്വസിക്കാനിരുന്നവരെ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവനത് പറഞ്ഞത്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, യേശുവിന്റെ തിരുവിലാവിലെ മുറിവ് തുറന്നുകൊണ്ട് അവന്റെ സകലത്തിന്റെ സമ്മാനമായി, സ്വർഗത്തിന്റെ സമ്മാനമായി ഇറങ്ങി വന്ന ദൈവത്തിന്റെ വാഗ്ദാനമേ, പിതാവിന്റെ വാഗ്ദാനമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, നിറയണമേ, നിറയണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ഉടമ്പടി സുവിശേഷമായി പൂർത്തിയാക്കുവാൻ ആത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ വസിക്കണമേ. മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. രോഗികൾ അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉദരരോഗമുള്ളവർ അങ്ങയുടെ ദൃശ്യനെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ തിരുപ്രവാർന്ന വരതുകരാം ആണിപ്പെടുതാർന്ന അത്ഭുതകരാം ഉദരരോഗിടമേ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ചൊരിയണമേ. കർത്താവേ, നിന്റെ കരുണ ചൊരിയണമേ. കർത്താവേ, മുളകിടുന്ന ശുദ്ധമായ രക്തത്താൽ കരരോഗികളെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ കരരോഗികളെ സുഖപ്പെടുത്താൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണ തോന്നണമേ. മുൾക്കിടത്തോർത്തിട്ട് കരുണ തോന്നണമേ. മുൾക്കിടത്തോർത്ത് കരണം രാവിലെ കൊഴുവിലോർത്ത് കരതരണമേ. കർത്താവേ, കണ്ണ തോന്നണമേ. കർത്താവേ, ആണിപ്പെടുത്താത്ത അത്ഭുതകരണോർത്ത് കണ്ണ തോന്നണമേ. കർത്താവേ, കരവ് തോന്നണമേ. കരചരണങ്ങളിലെ ആണിപ്പഴുതോർത്തുകൊണ്ട് കർത്താവേ, അങ്ങനെ മക്കളോട് കണ്ടത് മാർഗ രോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, സ്തോത്രം. കണ്ണ തോന്നണമേ.
കർത്താവേ കണ്ണ് തോന്നണമേ. ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, വഴിയില്ലാത്തവര്, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് ലഭിക്കാത്തവര്, കർത്താവേ മാനസിക ഡിപ്രഷനുള്ളവര്, മനസ്സമാധാനം ഇല്ലാത്തവര്, കർത്താവേ ചരണങ്ങളിലെ ആണി പഴുതുകൾ ഓർത്തുകൊണ്ട് കർത്താവേ ഉച്ചമുതൽ ഉള്ളംകാല് വരെ കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ കോശങ്ങളിലും കർത്താവിന്റെ രക്തം പടരട്ടെ. എല്ലാ പേശികളിലും കർത്താവ് രക്തം പടരട്ടെ. എല്ലാ ഞാടി ഞരമ്പുകളിലും കർത്താവ് രക്തം പടരട്ടെ. കർത്താവേ കണ്ണത്തോന്നണമേ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ കണ്ണത്തോന്നണമേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. ഭ്രാന്തി രോഗികളെ സ്പർശിക്കണ കർത്താവേ. ഭ്രാന്തുള്ളവരെ സ്പർശിക്കണ കർത്താവേ. മാനസിക രോഗങ്ങളുള്ളവരെ സ്പർശിക്കണ കർത്താവേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണ കർത്താവേ. കർത്താവേ കണ്ണത്തോന്നണമേ. കർത്താവേ കണ്ണത്തോന്നണമേ. നിന്റെ തിരുവിലാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് കർത്താവേ കണ്ണത്തോന്നണമേ. നിന്റെ ആണിപ്പെടുത്താവുന്ന അത്ഭുത കരങ്ങൾ ഓർത്തുകൊണ്ട് കർത്താവേ കണ്ണത്തോന്നണമേ. ചിരങ്ങ് രോഗികളെ, ചോരത്തവേ, ത്വക്ക് രോഗികളെ, പിശില രോഗികളെ, PCOD രോഗികളെ കർത്താവേ കണ്ണത്തോന്നണമേ. കർത്താവേ സ്പോണ്ടിലോസിസ് അസുഖമുള്ളവരെ കണ്ണത്തോന്നണമേ കർത്താവേ. ഓട്ടിസം രോഗികളെ കണ്ണത്തോന്നണമേ കർത്താവേ. അപസ്മാരോഗികളെ കണ്ണത്തോന്നണമേ കർത്താവേ. കർത്താവേ കണ്ണത്തോന്നണമേ. എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ദുഃഖങ്ങള്, ജോലിയില്ലാത്തവര്, വിസ തട്ടിപ്പിൽ കുടുങ്ങിപ്പോയവര്, പണം നഷ്ടപ്പെട്ടവര്, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര്, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതാൻ പോകുന്നവര്, വീട് വിൽക്കാനുള്ളവര്, വീട് എടുക്കാനുള്ളവര്, യേശുവിന്റെ നാമത്തില് മാർഗ തടസ്സങ്ങൾ, ദുരിതങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ. മലമൂത്രങ്ങൾ അറിയാതെ പോകുന്ന രോഗിയെ കർത്താവ് കാണിക്കുന്നുണ്ട്. ആ രോഗിയെ കർത്താവ് സുഖപ്പെടുത്തിയിരിക്കുന്ന 67 വയസ്സിനും 57 വയസ്സിനും ഇടയ്ക്കാണ് ആ രോഗിയുടെ പ്രായം. കർത്താവ് വ്യക്തിയെ കിടക്കുമ്പോൾ വെറുതെ ആ വ്യക്തിക്ക് ബോധമില്ല, മലമൂത്രങ്ങൾ അറിയാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഭയങ്കരമായ സങ്കടമാണ് ആ കുടുംബത്തിന്. കർത്താവ് അത് ഏറ്റെടുക്കുന്നയാളെ കാണിക്കുന്നുണ്ട്. കൊല്ലണമെന്ന്, അതല്ലെങ്കിൽ ഒരു തരം കിട്ടിയോ ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു പാര വെക്കണമെന്ന് പറഞ്ഞ് അമ്പ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സംഭവമാണ്. കർത്താവ് വെല്ലു മറച്ചു വയ്ക്കുകയാണ്. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കണം എന്നുള്ള നിന്റെ മനസ്സ്, നിന്നെ ഉപദ്രവിച്ചവരെ, നിന്നെ കൊച്ചാക്കിയൊരു താത്തിക്കെട്ടിയവരെ തരം കിട്ടിയാൽ അവരോട് അതേ രീതി നാണയത്തിൽ തന്നെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. അതുകൊണ്ട് ആ വെള്ളം വാങ്ങിവെക്കാൻ ഈശോ പറഞ്ഞിരിക്കുന്നു. അത് നടപ്പിൽ വരുത്തുക. കർത്താവ് തീർച്ചയായിട്ടും എൻ്റെ വൈരാഗ്യബോധത്തെയും പകയെയും ഞാൻ എടുത്തു മാറ്റുന്നു. പകരം സ്നേഹവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തയും കൊണ്ട് എന്നെ നിറക്കണമെന്ന് ആ വ്യക്തികൾ സ്വന്തമായിട്ട് പ്രാർത്ഥിക്കട്ടെ. തോളിനും കഴുത്തിനും ഇടയ്ക്ക്, കണ്ണിനും നമ്മുടെ ഈ ആംഗിളിൽ എവിടെയോ ഒരു മുഴയുണ്ട്. അതായത് ചെവിക്കും തോളിനും ഇടയ്ക്ക്, ചെവിയുടെ താഴെ കാണുന്ന മുഴകളെ കർത്താവ് സ്പർശിച്ച് സൗഖ്യത്തേക്ക് നയിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തൊലി മാറി മാറി വരികയും തലം മസിലിൻ്റെ ഭാഗം, മാംസം ശോഷിച്ചു വരികയും എല്ലുന്തി വരികയും എല്ലിന് ക്രമാതീതമായ വളർച്ച പ്രാപിക്കുകയും എല്ല് കുത്തുന്ന സ്ഥലങ്ങളിൽ വേദനിക്കുകയും ചെയ്യുന്ന എല്ലിനെ കർത്താവ് സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വീണ്ടും കക്ഷത്ത് മാറാതെ വേദന, എപ്പോഴും രോഗങ്ങളിൽ മുഴകൾ പൊങ്ങി വരും, ചിലപ്പോൾ ചുട്ടിപ്പോകും. അത് സാധാരണമാണ്, സ്വാഭാവികമാണ്, നീറിറങ്ങി വീഴാണ് നമ്മൾ കരുതും. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു മുഴയെ കർത്താവ് ഇപ്പൊ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി കർത്താവേ. ഹല്ലേലൂയ. നന്ദി പറയുന്നു. ഹല്ലേലൂയ. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വീണ് പോയെന്ന് കരുതുന്നു. ടി എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന പേര് വീണ് പോയെന്ന് കരുതുന്നു. ഇനി മുന്നോട്ട് ഒന്നിനും ഞാനില്ല, മരിക്കും വരെ എവിടെയെങ്കിലും ഒതുങ്ങി ജീവിക്കാം, ഭക്ഷണം തന്നെ വേണമെന്നില്ല. ഡിപ്രഷൻ്റെ അവസാന രൂപമായി ജീവിതത്തെ അഭിമുഖീകരിച്ച് തോറ്റ്, അല്ലെങ്കിൽ അയാളെ തോപ്പിച്ചു.